ജനസേവാ ശിശുഭവൻ നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ കായിക പരിശീലനത്തിനായി ആരംഭിച്ച സ്പോർട്സ് അക്കാദമി പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. വളർന്നുവരുന്ന തലമുറയുടെ ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം കൊടുക്കുന്നതിനു വേണ്ടി ജനസേവ ആരംഭിച്ചിരിക്കുന്ന സ്പോർട്സ് അക്കാദമി നമ്മുടെ നാടിന് ഒരു അനുഗ്രഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് പരിശീലന പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സ് താരം അനിൽഡ തോമസ് മുഖ്യ അതിഥിയായി. ജനസേവാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി. ആലുവ സെറ്റിൽമെന്റ് സ്കൂളിന് സമീപത്തുള്ള 25,000 ചതുരശ്ര അടി വരുന്ന ജനസേവാ ശിശുഭവൻ കെട്ടിടമാണ് സ്പോർട്സ് അക്കാദമിയായി മാറിയിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് സൗജന്യ കായിക പരിശീലനം നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് ജനസേവയുടെ ലക്ഷ്യം. ജനസേവാ ശിശുഭവൻ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. ജനസേവാ സ്പോർട്സ് അക്കാദമി എന്ന പേരിൽ നമ്മൾ പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കായിട്ട് ഒരു സ്പോർട്സ് അക്കാദമി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ്. 1996 ആലുവ ജനസേവ എന്ന പേരിൽ ജനസേവാ ശിശുഭവൻ രൂപം കൊണ്ടത്. അന്നത്തെ രംഗങ്ങൾ പറയുമ്പോൾ നിരവധി കുട്ടികൾ അന്ന് തെരുവുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം ഭിക്ഷയാചിച്ച് പട്ടിണി കോലങ്ങളായി കഴിയുകയുണ്ടായി. അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ആരും തന്നെ മുന്നോട്ട് വരുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ പേര് കൂടി ചേർന്ന് ആലുവ ജനസേവ എന്ന പേരിട്ട് ഞങ്ങൾ ഒരു സംരംഭം ആരംഭിച്ചത്. അങ്ങനെ നിരവധി കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ജനസേവാ ശിശുഭവനെ രക്ഷപ്പെടുത്തി അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അക്കാദമിയിലെ പരിശീലകരായി 3 വനിതാ കോച്ചുമാരെയും നിയമിച്ചിട്ടുണ്ട്. ഡോക്ടർ CM ഹൈദരലി, UC കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ബിന്ദു M, കരിമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TM മുജീബ്, വാർഡ് മെമ്പർ EM അബ്ദുൽ സലാം, MM ജേക്കബ്, ചിന്നൻടി പൈനാടത്ത്, ജാവൻ ചാക്കോ, ഡോക്ടർ ഫ്രെഡി സൈമൺ, ജോർജ് ജോൺ വാലത്ത്, ജോസഫ് M പുതുശ്ശേരി, AS സുരേന്ദ്രകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു.